അവളും അവനും അവിടെ ഉണ്ടായിരുന്നോ? പറയാം മേഡം, ഒന്ന് അടങ്ങ്. വേവോളം കാത്തിരുന്നല്ലേ, ഇനി ആറോളം ഒന്ന് കാത്തിരിക്കേ. ആറോളൊക്കെ കാത്തിരിക്കാനേ ഇതെന്താ ഫുഡ് ഐറ്റംസ് വല്ലതും ആണോ? താൻ കാര്യം പറയണം. അല്ലെങ്കിൽ ദീപക് സാർ ഇങ്ങനെ എന്തിനും ഏതിനും വല്ലാത്തൊരു വെപ്രാളാണ്. നോക്ക്, ഇതെന്താടോ ഇത്? ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ആ ഇതാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ മൊബൈലിന്റെ ചാർജ് തീരുന്നത് വരെ ഞാൻ കുത്തിയിരുന്ന് പകർത്തിയ വീഡിയോ ആയിരുന്നു. വെളുക്കോളം ഞാൻ കൊതുകടിയും കൊണ്ട് കുത്തിയിരുന്നു. ആ വീട്ടിൽ ഒരു പൂച്ചക്കാളിയില്ല. ആരെയും കണ്ടില്ലെന്ന് മാത്രമല്ല, ആരുടെ ശബ്ദവും കേട്ടില്ല. എനിക്ക് തോന്നുന്നത് അവിടെ ആള് താമസം പോലും ഇല്ലെന്നാണ്. താൻ എന്നെ പറ്റിക്കുവാണോടോ? അമ്മേ, ഇതിലെന്തോ തരികിടുണ്ടമ്മേ. എന്താ മേഡം ഈ പറയുന്നത്? ഞാൻ മേഡത്തിനെ പറ്റിക്കോ? ഞാൻ മേഡത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അല്ലേ? അല്ല, താനേ ആ രാജുവിന്റെ അളിയനല്ലേ? ഇനി അളിയനും കൂടി ഒത്തുകളിക്കാണോ? മേഡം എന്നെ അവിശ്വസിക്കുകയാണല്ലേ? എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല മേഡം. ഞാൻ എന്റെ ആത്മാർത്ഥത്തിൽ മണ്ണെണ്ണ കലക്കിയിട്ടില്ല മേഡം. ചതി എന്ന് പറയുന്നത് എന്റെ ജീവിത നിഘണ്ടുവിലയില്ല. എനിക്കങ്ങോട്ടേ 100% വിശ്വാസം വരുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, മേഡത്തിന് വിശ്വാസം വരാൻ വേണ്ടിയല്ലേ അടുത്തൊരു പണി എന്നെ ഏൽപ്പിക്കുമ്പോ എന്റെ പിന്നാലെ ഞാൻ മേഡത്തിനെ ചതിക്കുമെന്ന് അറിയാൻ വേണ്ടി ഒരു ചാരനെ കൂടെ വിട്, വളരെ രഹസ്യമായിട്ട്. ഞാൻ മേഡത്തിനോട് വിശ്വാസവഞ്ചന കാണിക്കുന്നു മേഡത്തിന് ബോധ്യപ്പെട്ട മേഡം തരുന്ന എന്ത് ശിക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഞാനെന്ന് മേഡത്തിന് ബോധ്യപ്പെട്ട മരിക്കുന്നത് വരെ മേഡം എന്നെ ദുഃഖിക്കുന്നു. എന്നിട്ട് ആ വിധി എഴുതിയ പേനയുടെ നിബ് മേഡം കുത്തി ഒടിച്ചോ? അതെന്തിനാ പേനയുടെ നിബ് കുത്തി ഒടിക്കുന്നത്? അതങ്ങനെ ഉപ്പിക്കൊല്ല വിധിച്ചു കഴിഞ്ഞാൽ പേനയുടെ നിബ് കുത്തി ഒടിക്കും. ഞാൻ സിനിമയിലെ കണ്ടിട്ടുണ്ടല്ലോ. താനേ സെന്റിമെന്റൽ പ്ലേ ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. തന്നെ എനിക്ക് വിശ്വാസാ. താങ്ക് യു മേഡം.